ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വീഡിയോ, പിന്നെ ഒരു ഷോപ്പിംഗ്, പിന്നെ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ പോയത്, എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു വ്ളോഗായിരിക്കും. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് ബ്രഷ് ചെയ്യുമ്പോഴേക്കും ഐസും എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനി അവൻ്റെ പല്ലും കൂടി ഒന്ന് തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവന് ഭയങ്കര ഇഷ്ടമാണ് പല്ല് തേക്കാനൊക്കെ. കാരണം പേസ്റ്റ് വായിലാക്കുമ്പം തന്നെ ഫുൾ അതങ്ങ് തിന്നും. ഒന്നും തുപ്പാനോ എനിക്കുണ്ടാവില്ല. അതുകൊണ്ട് ബ്രഷ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് ഇനിയിപ്പം ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഡയപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഡയപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് വീണ്ടും നല്ലോണം ഒരുക്കി പിന്നെയും ആ സെയിം പാൻറ് തന്നെ ഇട്ട് കൊടുത്ത്. ഇനിയിപ്പം ഞാൻ ചെന്ന് നോക്കുമ്പം രാവിലെ എണീക്കുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കിയിട്ടുണ്ട്. ഇന്ന് നല്ല ചിക്കൻ കറിയും ഓട്ടുവത്തിൽ വൈനുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓട്ടുവത്തിലും ചിക്കൻ കറിയൊക്കെ. ഓട്ടുവത്തിൽ ബീഫ് ഭയങ്കര കോമ്പിനേഷനല്ല. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഒരു സമാധാനമായി. ഇനിയിപ്പം നേരെ ചായ വെക്കണം. അതിൻ്റെ മുന്നേ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡാക്കിയതൊക്കെ എല്ലാം കഴുകി തണുക്കി ഒരുക്കി വെച്ച് ഇനിയിപ്പം ചായയോ കോഫിയോ എന്തെങ്കിലും ആക്കണം. അപ്പം ഞാനിതാ വെള്ളം എടുക്കുന്നുണ്ട്. എല്ലാവർക്കും കൂടിയും ഒരുമിച്ചാണ് ഞാൻ ചായ ആക്കൽ. കാരണം പിന്നെയും എല്ലാവരും ഒരുമിച്ച് എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചായ ഒക്കെ ആക്കി ഇനിയിപ്പം ചായ പൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണും കൂടി ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട്. എനിക്ക് കിച്ചണൊക്കെ നല്ല ക്ലീനായിട്ട് ഫുഡ് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഫുള്ള് കച്ചറയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒരുക്കി ഞാൻ ഫുഡ് കഴിക്കാനിരുന്നിട്ടുണ്ട്. ഐസും ഞാനും ഒരുമിച്ചാണ് ഫുഡ് കഴിക്കൽ. അവനും കൊടുക്കും, ഞാനും കഴിക്കും. ആ ഒരു പണിയുടെ കഴിഞ്ഞല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ദാഹം. അപ്പോൾ നമ്മുടെ ഈ ഒരു ജ്യൂസ് അടിക്കുന്ന ടൈപ്പ് ഓറഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ജ്യൂസ് ആക്കാമെന്ന് വിചാരിച്ച്. ഇതിന് ഭയങ്കര ഒരു കയ്പ്പ് ടൈപ്പ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് കുരുവങ്ങാനും കുടുങ്ങിയിട്ട് ഞാൻ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേങ്കിൽ എന്താണെന്നറിയില്ല, എന്തോ ഒരു കുരുവ എന്തോ കുടുങ്ങിയിട്ട് ഭയങ്കര കയ്പ്പായിരുന്നു. ഇനി എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കിത് ജ്യൂസ് അടിക്കാം. ജ്യൂസ് അടിക്കുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇതിൽ കുരു എങ്ങാനും കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പായിരിക്കും. ഭയങ്കര ഒരു വിയേർഡ് ടേസ്റ്റ് വരും. അതുകൊണ്ട് കുരു കിണിയാതെ നോക്കിയിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. അങ്ങനെ ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് നമുക്ക് ജ്യൂസാക്കാം. എല്ലാവരും ഈ ഒരു ജ്യൂസിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പം ഇവിടെയൊക്കെ ഐസോ വെള്ളം ഒഴിച്ചിട്ട് നനച്ചിട്ടുണ്ടേനും. അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കാൻ. ഇനി ഇവിടെയും കൂടി ഒന്ന് സെറ്റാക്കാനുണ്ട്.
ഞാനിവിടെ ജ്യൂസെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കുടിച്ച് നോക്കാം. ഭയങ്കര കയ്പ്പാന്ന് എനിക്ക് തോന്നുന്നത്, കാരണം കുരു അടിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഞാൻ വിചാരിച്ച പോലെ തന്നെ കുരു അടിഞ്ഞിട്ടുണ്ടെങ്കിലും ഭയങ്കര കയ്പേനും. അങ്ങനെ ഞാൻ കുറച്ച് കുടിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാവരും നല്ലോണം തക്കരിച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെത് ഒരൊറ്റ സെപ്പിന് വേഗം കുടിച്ച് കുറച്ചേനും ഞാൻ എടുത്തിട്ടുള്ളൂ. എനിക്ക് ആദ്യമേ തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് കയ്പ്പായിരിക്കുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. അങ്ങനെ അതിൻ്റെ ഇടയിൽ മുത്തവിടെ ഒരു ബ്രെഡ് ടോസ്റ്റ് ആക്കുന്നുണ്ട്, ചീസൊക്കെ വെച്ചിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചയായപ്പോൾ ഞാൻ വിചാരിച്ച ഐസുവിനെ കിടത്തി ഉറക്കാമെന്ന്. അങ്ങനെ ഓൻ്റെ ഫുഡൊക്കെ കൊടുത്ത് അവനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അവനെ ഒന്ന് കിടത്തി ഉറക്കി നോക്കണം, ഉറങ്ങുമോയെന്നറിയില്ല. ഇപ്പം ആൾ വൈകുന്നേരം ആകുമ്പോഴാണ് ഉറങ്ങുന്നത്, എന്നിട്ട് രാത്രി ഉറക്കം ലേറ്റ് ആക്കുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉച്ചക്ക് തന്നെ കിടത്തി ഉറക്കാം. അങ്ങനെ രാവിലെ ഞാൻ എണീറ്റതിന് ശേഷമല്ല ഐസ് എണീറ്റ്, അതുകൊണ്ട് ബെഡൊന്നും വിരിച്ചിട്ടിട്ടില്ലേനും. അങ്ങനെ ഇതിപ്പോൾ ഒന്ന് വിരിച്ചിട്ടാന്ന് വിചാരിച്ചത്. അതിൻ്റെ ഇടയിൽ അവന് എൻ്റെ ഫോണും എവിടുന്നോ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫോൺ ഓണാക്കി കൊടുത്ത് കുറച്ച് നേരം ഇത് വിരിക്കുന്നവരെ അവൻ്റെ കയ്യിൽ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം അല്ലെങ്കിൽ എൻ്റെ വീഡിയോ എടുക്കുന്നത് അവന് ഡിസ്റ്റർബ് ആക്കിക്കൊണ്ടേയിരിക്കും. അപ്പം ഞാനിവിടെ ബെഡൊക്കെ സെറ്റാക്കി വിരിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ചൂടല്ലേ, പുതപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് പുതപ്പൊക്കെ മടക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഉറക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആൾ ഉറങ്ങിയിട്ടൊന്നുമില്ല. അങ്ങനെ ഇന്നത്തെ സമയം അങ്ങനെ പോയി. കാരണം എൻ്റെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയാണ് ചെയ്യലെന്ന് ഉള്ളൊരു ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇത്. ഇനി ഇൻഷാ അല്ലാഹ് എന്തായാലും റാഷിഖാൻ്റെ വീട്ടിലുള്ളപ്പോൾ ഉള്ള വീഡിയോ കൂടി ഞാൻ ചെയ്യും എന്ന് വിചാരിക്കുന്നുണ്ട്, ചെയ്യണം. അവൻ ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ച് മേശയുമ്പോൾ കുറേ ഡ്രസ്സ് ഇങ്ങനെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്, അത് പെട്ടെന്ന് മടക്കി വെക്കാമെന്ന്. കുറേ നേരത്തേക്ക് വെച്ചാൽ പിന്നെ മടിയായിപ്പോവും. ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉള്ള സമയത്ത് വേഗം ഇത് മടക്കി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഐസൂദ അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഈ ഒരു വണ്ടി കേടായിട്ടുണ്ട്, ഇതിൻ്റെ സ്റ്റിയറിങ് അവന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയി ഫിറ്റാക്കണം. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഫിറ്റാക്കി റെഡിയായി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട്, എല്ലാം സെറ്റായി. ഇനി ഇതൊക്കെ എടുത്തിട്ട് അലമാരയിലേക്ക് എടുത്ത് വെക്കണം. മേശയുമ്പോൾ തന്നെ വെച്ചാൽ പിന്നെ തട്ടിയിട്ട് ആദ്യ പണിയാവും. അങ്ങനെ പുതിയതൊക്കെ ഞാനിവിടെ സൈറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് മടക്കിയിട്ട് മേലെ കൊണ്ടുവെക്കണം. പഴയതൊക്കെ ഞാൻ താഴത്തെ അലമാരയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഐസിൻ്റെ കയ്യിലൊരു തൊട്ടിലുണ്ടായിരുന്നു, ഞാനവന് ഒരു 5-6 മാസമുള്ളപ്പോൾ വാങ്ങിയതാണ്. പിന്നെ ഞാനത് യൂസാക്കിയിട്ടൊന്നുമില്ല, ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം വാതിക്കല മുറ്റത്തൊരു മാവുണ്ട്, അതിന് മാങ്ങയൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. ഇത് കെട്ടാനെങ്കിലും യൂസായല്ലോ, അതുകൊണ്ട് വാതിക്കൽ തന്നെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇങ്ങനെ ആടാലോ കിടന്നിട്ട്. പിന്നെ എൻ്റെ സിസ്റ്ററിന് ബേക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ എന്തോ കേക്കാറ്റും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്, ബനാന കേക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര നല്ലതായിട്ടൊന്നുമില്ല, കുറച്ച് ഹാർഡായി പോയിട്ടുണ്ടേനും. ബാക്കി കുഴപ്പമൊന്നുമില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോൾ മുറ്റം ആകെ കച്ചറയായിട്ടുണ്ടേനും, ചളിയായിട്ടും പിന്നെ മഴ പെയ്തിട്ട് പോത്തിട്ടൊക്കെ ഉണ്ടേനും. അങ്ങനെ നമ്മുടെ വണ്ടി കയറുന്ന മെഷീൻ വെച്ചിട്ട് നന്നായിട്ട് കഴുകുന്നുണ്ട്. വേഗം അടിക്കുന്ന സമയത്ത് തന്നെ പോകുന്നുണ്ട്, പക്ഷേ ഇത് അടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം, കാലിൽ കൊണ്ടാൽ വേഗം തോല് പോകുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ പിറ്റേ ദിവസം നമ്മുടെ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടേനും. അപ്പോൾ ഇതൊരു 24 ക്രിസ്മസിൻ്റെ തലേന്നേനും പോയത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നല്ല ഓഫറുണ്ട്.
അങ്ങനെ നമ്മളിതാ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. ഈ ഒരു മാഗി, ഇൻഡോമീൻ്റെ മാഗി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൈറ്റ് പാക്കറ്റിൽ വരുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഓറഞ്ച് എനിക്കിഷ്ടമല്ല. പിന്നെ ഇതാ പശു നെയ്യ് എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു അജ്മീൻ്റെ പുട്ടുപൊടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഏത് പുട്ടുപൊടിയും എനിക്ക് അത്ര ഇഷ്ടമല്ല. അജ്മീൻ്റെ പുട്ടുപൊടീൻ്റെ ഭയങ്കര ഒരു ഫാനാണ് ഞാൻ. കാരണം പുട്ട് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഇതാ ഈ റോക്ക് സാൾട്ട് എന്ന് പറഞ്ഞ ഒരു പിങ്ക് റോക്ക് സാൾട്ട് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പം ഭയങ്കര റേറ്റ്. ഞാൻ എടുത്തിട്ടൊന്നുമില്ല, അവിടെ തന്നെ വെച്ച്. ഞാൻ സാധാ സാൾട്ട് തന്നെയാണ് വാങ്ങിച്ചത്. പിന്നെ ഇതാ മുതിരക്ക് ഓഫർ ഉണ്ടായിരുന്നു. ഇപ്പോൾ മുതിര വാങ്ങിച്ചിട്ടുണ്ട്, കടല വാങ്ങിച്ചു. ഇത് നമുക്ക് ഇങ്ങനെ റോസ്റ്റാക്കി കഴിക്കാമല്ലോ. പിന്നെ ഇതാ ഈ ഒരു മൈസൂർ ദാൽ അത് വാങ്ങിയിട്ടുണ്ടേനും. പിന്നെ ചായപ്പൊടി എടുത്തു. ഇങ്ങനെ ഓർമ്മയുള്ളതൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. ജീരകം, പിന്നെ വെല്ലം. പിന്നെ ഇതൊരു റോക്ക് മെലൺ എന്ന് പറഞ്ഞ ഒരു സംഭവം. എന്താണെന്നറിയാം, ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ഉള്ളി ഒരു ബണ്ടിലാക്കി വെച്ചിട്ടുണ്ടേനും. പക്ഷേ ഭയങ്കര റേറ്റ് അതിന് 179 അങ്ങനെ എന്തോ. എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര റേറ്റ്. മറ്റേ ലൂസ് ഉള്ളി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര റേറ്റ്. നമ്മൾ പാക്കറ്റിലാക്കിക്കൊണ്ട് വേഗം എടുത്ത് വെക്കുമല്ലോ. അപ്പോൾ എടുത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ലൂസായിട്ടാണ് വാങ്ങിച്ചത്, ഉള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം വീട്ടിൽ പോയിട്ടുണ്ടേനും. അത് നമ്മൾ അന്ന് രാവിലെ പോയതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ഞാൻ റാഷിഖാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫാമിലി ആയിട്ട് ഫുഡ് കഴിക്കാൻ രാത്രി ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. ഇങ്ങനെ ഫുഡൊക്കെ ഓർഡർ ആക്കിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഉമ്മയും ഞാനും പെങ്ങന്മാരും അവരെ മക്കളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതാ ഒരു പെങ്ങളെ മോളാണിത്. അവൾ ഉറങ്ങുന്നതിനും ഐസ് നല്ലോണം ഫോൺ കൊണ്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫോൺ കൊടുത്തിട്ടില്ല, അവന് ആകെ കച്ചറയാക്കും. അതുകൊണ്ട് ഫോൺ കൊടുക്കാണ്ട് ഒരു ഇതില്ല. നമ്മൾ ഫസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നേരം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ മെയിൻ കോഴ്സ് എത്തി. അപ്പോൾ നമ്മൾ മെക്സിക്കൻ അൽഫാമും പിന്നെ മലായി മോമോസും അതൊക്കെയാണ് ഓർഡർ ചെയ്തത്. കാരണം നമ്മളിതിൻ്റെ മുന്നേയും കഴിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുതന്നെ കഴിച്ചു. പിന്നെ മിൻറ്റ് മൊഹിത്തോ, പാഷൻ ഫ്രൂട്ട് അതൊക്കെ ഓർഡർ ആക്കി, അതും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഇത് നാദാപുരമുള്ളവരാണെങ്കിൽ നാദാപുരം ഷവർമറിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവിടെ പൊറോട്ട അങ്ങനത്തെ ഒന്നുമില്ല, ജസ്റ്റ് റൊട്ടി മാത്രമേ ഉള്ളൂ. പിന്നെ രാത്രിയായപ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ അന്നേനും പോയി. അതുകൊണ്ട് ക്രിസ്മസിൻ്റെ തലേന്ന്. അപ്പോൾ അന്ന് നമ്മുടെ ക്രിസ്മസ് കരോളുണ്ടേനും. പിറ്റേന്ന് ക്രിസ്മസ് അല്ല, അപ്പോൾ അതിൻ്റെ കരോളുണ്ടേനും. ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടേനും. അങ്ങനെ നല്ല രസമുണ്ടേനും കാണാൻ. ഫുൾ വൈബേനും. രാത്രി നമ്മളെല്ലാവരും കൂടി, ഞാനന്ന് എൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ രാത്രി ആയപ്പോൾ പറഞ്ഞു ഇന്നെന്തായാലും പോകണ്ട. അപ്പോൾ പോകാത്തതുകൊണ്ട് എനിക്കിതൊക്കെ കാണാൻ പറ്റി. നല്ല എൻജോയ് ആക്കാൻ പറ്റി. അതൊക്കെ തന്നെ. എല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിൽ മേലെ വന്ന് കിടന്ന്. അപ്പോൾ ഇനി ഗുഡ് നൈറ്റ്, രാവിലെ കാണാം. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ക്രിസ്മസിൻ്റെ അന്നാണ്. അപ്പോൾ രാവിലെ ഉമ്മ ചോറാക്കുന്നുണ്ട്, പിന്നെ അട വെച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലറ ചില്ലറ പണിയില്ല. ഞാൻ വരുമ്പോഴേക്കും അടയൊക്കെ ആയിട്ടുണ്ടേനും. അപ്പം എൻ്റെ മൂത്ത പെങ്ങൾ എന്താ വെച്ചാൽ രാവിലെ തന്നെ അടയൊക്കെ ആക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കഴിച്ചിട്ട് ബോധ്യം അറിയിക്കില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം ലഞ്ചും ഒക്കെ റെഡിയാക്കി. നമുക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ലഞ്ചും എല്ലാം ആക്കിയിട്ടാണ് വേഗം പോകുന്നത്. അപ്പോൾ ഞാൻ ഐസോൻ്റെ ഡ്രസ്സ് പുതിയ ഡ്രസ്സ് ഒന്നും എടുത്തിട്ടില്ലേനും, വരുമ്പോൾ ഇട്ടത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഇട്ടിട്ട് കച്ചറയായിട്ടുണ്ടേനും. അങ്ങനെ അത് അലക്കി ആറിയിട്ടിട്ടുണ്ടേനും. നല്ലോണം ഉണങ്ങിയിട്ടില്ല. അപ്പം ഞാനൊന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഈ ഒരു കട്ടിയുള്ള ഭാഗത്തൊന്നും ഇങ്ങനെ ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഒന്ന് ഇസ്തിരി വെച്ച് സെറ്റാക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഞാനും അമ്മയും പെങ്ങളും കൂടിയിട്ട് പെങ്ങളെ പല്ല് കാണിക്കാൻ പോകും. അപ്പോൾ പോയി വന്നതിന് ശേഷം പിന്നെ നേരെ വന്ന് റൂമിൽ കിടന്ന് ഭയങ്കര ക്ഷീണം, എന്താണെന്നറിയില്ല. അങ്ങനെ നമ്മൾ റൂമിൽ വന്ന് കിടക്കുമ്പോൾ വേറെ തന്നെ ഒരു പോസിറ്റീവ് എനർജി അല്ലേ. പിന്നെ ഇങ്ങനെ റൂം നോക്കി ഇങ്ങനെ കിടക്കുന്ന, ഇങ്ങനെ മിസ്സാകുന്ന റൂം. അപ്പോൾ നമ്മുടെ 2 ഫ്രെയിമൊക്കെ ഉണ്ട് എന്നോട്. അങ്ങനെ ഉച്ചക്കത്തെ ലഞ്ച് ഞാൻ വൈകുന്നേരം ആയപ്പോഴാണ് കഴിച്ചത്. ഇന്ന് ചോറിന് കുമ്പളം കറിയും മീൻ പൊരിച്ചതും മീൻ വരട്ടിയതും പിന്നെ പുളിയിഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി നല്ല ഫുഡ് കഴിച്ച് നല്ല റാഹത്തായി. അങ്ങനെ ഇനി നേരെ എൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇനി ബാക്കിയുള്ളവരൊന്നും ഫുഡ് കഴിച്ചില്ല. ഞാൻ നേരത്തെ കഴിച്ചു, കാരണം എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ടേനു. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ എൻ്റെ ആനിവേഴ്സറി ഉണ്ടേനും. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അത്ര തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, until then bye.